ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റ് വേൾഡിൻ്റെ അല്ല, ഡ്രോപ്പ് ഹണ്ട് ഓൺലൈൻ്റെ ആണ്. അപ്പോൾ നമ്മളിത് ഒരു ന്യൂബ് കളിക്കാരനാണ്, ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മളിപ്പം ഇത് ആൾക്കാരല്ലാത്ത പ്രോപ്പിനെ വെടിവെക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറയും. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ വേണം വെടിവെക്കാൻ. ഇതാളാണ് കേട്ടോ, കണ്ട അയാളുടെ ഒരുത്തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. കണ്ട് ഈ ജ്യൂസും ആൾ തന്നെ. ജ്യൂസ് പിടി. ആണ് ഓടി. ഇവിടെ കക്കൂസ് ഓടിപ്പോന്ന്. കക്കൂസ് എന്തേ ഓടിപ്പോയോ? ആരൊക്കെ ചേർന്ന് കക്കൂസിനെ പിടിച്ച്. നമ്മളിപ്പോൾ ഹണ്ടറാ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പാവും. ഇവിടെ എന്ത് ഒരുത്തനുണ്ട് കേട്ടോ, ബാക്കിലുണ്ട്, ചുമപ്പ് പണിയുന്നുണ്ട്. അവൻ ഭയങ്കര ഓടിപ്പിടുത്തത്തിലെ സ്പെഷ്യലിസ്റ്റാണല്ലോ അവൻ. വേറെ ആരെങ്കിലും ഇല്ല. ഒന്നാമതെ ഞാനൊരു ന്യൂബ്. നമുക്ക് പിന്നെ ഈ പ്രോപ്സിന് നമ്മളെ ഓരോ ആനിമൽസ് ആക്കാൻ പറ്റും. ഇപ്പോൾ അവൻ കണ്ടോ നമ്മളെ കോഴിയാക്കി. ഇവനെന്നാലും എന്നെ കോഴിയാക്കി. അതിനകത്താരെങ്കിലും ഉണ്ടോ? ആ ജ്യൂസ് അവിടെ വരുമോ? വെടി വെച്ച് നോക്കാം. കണ്ടോ, അതിനകത്ത് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ലൈഫ് 95 ആയി. ഇവിടെയോ നമുക്ക് പരമാവധി 5 വരെ ആക്കാം നമ്മുടെ ലൈഫ്. ഇനിയാണ് ഇപ്പോൾ നമ്മൾ എത്തും. പിന്നെ റീസ്പോൺ ആവണം. എന്തേ ആരും കാണുന്നില്ല. ഇവന്മാരല്ലേ ഇവിടെ പുഷ്കുക. അതിലെന്താ ഇല്ലേ? ആ ജ്യൂസ് അവിടെ എങ്ങനെ വന്നു? പക്ഷെ അതിലും ഒന്നുമില്ല. നമുക്ക് വേറെ നോക്കാം. എന്തേ ആരും ഇല്ലേ? അതോ അതിലൊന്നുമില്ല. അവിടെ ഒരുത്തനുണ്ട് ഒരു ബോക്സ്. പെട്ടി തോണ്ട് പോകുന്നു. പെട്ടി എന്താ പെട്ടി? ആ പെട്ടിയെ പിടിച്ച്. എൻ്റെ പേര് ബിറ്റർ മൗസ്, അങ്ങനെ അതിനകത്തെ പേര്. ഞാനിട്ട പേരൊന്നുമില്ല, ഞാൻ കയറിയപ്പോഴും വന്നവരെ. നമുക്ക് 65. ഇങ്ങനെ നമ്മുടെ ലൈഫ് പോന്നേ. കക്കൂസൊക്കെ ആവാൻ പറ്റും കേട്ടോ ആൾക്കാർക്ക്. അങ്ങൊരു ജ്യൂസ് തന്നെ, അത് ആളാന്ന് ഇനി മനസ്സിലായി. അപ്പം ഞാൻ പിടിച്ച ഞാൻ അവനെ പിടിക്കാൻ തുടങ്ങത്തില്ല. പിടിച്ച് നമ്മൾ ജയിച്ചേ. നമുക്കൊരു പോയിന്റ്. നമ്മൾ ജയിച്ചേ. നമ്മളിപ്പോൾ താണ്ടി ഈ ജ്യൂസ് ക്യാനാ. ഈ ആനിമലിൻ്റെ പടം കണ്ടോ? അതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളവരെ ആനിമലാക്കാൻ പറ്റും. ഈ 2 മിനിറ്റും കൂടെ ഉണ്ട്. മിനിറ്റ് അല്ല 2 സെക്കൻഡ്. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാനുള്ള തുടങ്ങിയത്. അതുകൊണ്ട് ഒരു ജ്യൂസ് ഓടിപ്പോന്നു. അവർക്ക് 3 മിനിറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് ആ ജ്യൂസ് ഓടിപ്പോന്നു. അതും നമ്മുടെ ടീമിലെ ആൾ തന്നെ. നമ്മൾ ഈ ടേബിളിൽ ഇരുന്ന് അവർക്ക് എളുപ്പം കാണാൻ പറ്റുമല്ലോ. നമ്മൾ കണ്ട ഇടയ്ക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരെന്നെ കണ്ടുപിടിക്കും. എന്നെ കണ്ടുപിടിച്ച് ഇപ്പോൾ പിടിച്ചു. ഞാൻ ആനിമൽസ് ആക്കി അവരെ ആനിമൽസ് ആക്കി. ഇനി ഒരു 10 നമുക്ക് അപ്പോഴേക്കും ആള് മാറാം. നമ്മൾ ചെടിച്ചട്ടി ആയിട്ടുണ്ട്. അയാളെന്നെ കണ്ടില്ല പൊട്ടൻ. നമുക്ക് ഇവിടെ നിന്നാൽ സേഫാണോ? ആരും ഇല്ലെന്ന് ഉറപ്പാക്കി നമുക്ക് അപ്പുറത്തോട്ട് പോകണം. അതുകൊണ്ട് ആ ചെയർ കണ്ടു. നിങ്ങളെന്നെ കണ്ടില്ലല്ലോ. ആ ഒരു സോഫ ഉണ്ടോ? ആ സോഫയും ഡ്രോപ്പ് തന്നെ. നമുക്കും ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ തലയുടെ മുകളിൽ ഓരോന്നൊക്കെ എഴുതി കളിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അവർ അത് കണ്ടിട്ട് നമ്മളെ വന്ന് വെടിവെക്കും. അതാ ഇവിടെ ഉള്ള ഒരു വലിയ പ്രശ്നം. പിന്നെ നമുക്ക് ആനിമലാക്കാൻ പറ്റുന്നുണ്ട്. ആനിമലായാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കാം. കണ്ടുപിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ ഈ കളിയിലും കൂടെ ജയിച്ചാൽ നമ്മൾ ജയിക്കും. അല്ലെങ്കിൽ അവരും ഒരു പോയിന്റ് നേടിയിട്ട് അടുത്ത കളി വരും. എൻ്റെ ആഗ്രഹം നമ്മൾ ജയിക്കണമെന്ന്. ഇങ്ങനെ എന്നാ തോന്നുന്നു. ഒരു ചെറിയ ചരിവുണ്ട്. അതാരും ശ്രദ്ധിക്കുക. എന്നെ ശ്രദ്ധിച്ചില്ല അയാള്. ഈ സോഫയെ വെടിവെക്കാൻ പോയി. ഞാനിവിടെ സേഫാ. എനിക്കൊരു കുഴപ്പമില്ല. ഞാനിവിടെ സേഫാ. ഞാനിവിടെ സേഫ്.
ഇനി 53 മിനിറ്റ്. 53 മിനിറ്റ് അല്ല, 53 സെക്കൻഡ്. ഞാൻ അവരെ ഇതാക്കിയിട്ട് രക്ഷപ്പെട്ടു. ഇയാൾ എന്നെ എങ്ങോട്ടും വിടാം. എനിക്ക് ഒരു ഹാർട്ട്. എന്നെ ക്യാച്ച് ചെയ്തു. നമുക്ക് റീസ്പോൺ ചെയ്യാം. ഇന്നെന്തോ ചെയറാണ്, നമുക്ക് ചെയർ വേണ്ട. അവന്മാർ പോട്ടെ, അല്ലെങ്കിൽ പണി പാളും. അയ്യോ എന്നെ വെടി വെച്ച് ഇവനെ കൊണ്ടൊക്കെ വലിയ ശല്യമല്ലേ. അവനെ നമ്മൾ കോഴിയാക്കിയിട്ടുണ്ട്. പന്നി കോഴിയല്ല പന്നി. ഞാൻ എന്നെ ക്യാച്ച് ചെയ്തു. ഹണ്ടർ ജയിച്ച്. അപ്പോൾ ഒരു കളിയും കൂടെ വരും. കണ്ട ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഹണ്ടർ. ഞാനിതാ നമ്മൾ അവർക്ക് ഒളിക്കാനുള്ള സമയം കൊടുത്തേക്കുക. കഴിഞ്ഞ അവർക്ക് ഒളിക്കാനുള്ള സമയം. ഇവിടെ ആരുമില്ല. ഈ ചെടിച്ചട്ടി ഇവിടെ ഉണ്ടോ? വെടി വെച്ച് നോക്കാം. ഇല്ല. അതുകൊണ്ട് നമ്മുടെ ലൈഫ് കുറഞ്ഞു. നമുക്ക് ആരെങ്കിലും കണ്ടുപിടിക്കാം. ആരെങ്കിലും കക്കൂസാണോ? അപ്പുറത്തെ കക്കൂസില്ല. നീ എങ്ങനെ കക്കൂസെന്ന് വിളിക്കും? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടോ? ആരെയും കാണുന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് വന്ന് മുന്നിപ്പെട്. ജയിക്കണം. എന്തേ എല്ലാവരും ഇത് എവിടെ പോയി ഒളിച്ചേക്കുവാ? അതുകൊണ്ട് അവിടെ ആരുണ്ട്. നമുക്ക് വെളിയിൽ നിന്ന് ഇതേ രക്ഷപ്പെട്ടോ? അതൊന്നും ആരുമല്ല. അവര് കൊന്നെന്ന് തോന്നുന്നു. ഇത് നമ്മൾ മുമ്പേ കണ്ടാണ്. അല്ല, മുമ്പേ കണ്ടപ്പോൾ അപ്പുറത്തല്ലായിരുന്നു ഈ ബോട്ടിലിരുന്നത്. ഇവിടെ ഒരുത്തം വെടിവെച്ച് നോക്കുന്നുണ്ട്. അതിലും വെടിവെച്ച് നോക്കാം. ഏതെങ്കിലും ബോക്സിനകത്ത് കാണാതിരിക്കത്തില്ല. പക്ഷെ എല്ലാ ബോക്സിനകത്തും കൂടെ നോക്കുള്ളൂ. ഇപ്പം തന്നെ നമ്മുടെ ലൈഫിൽ 45 ഇതിനകത്ത് നോക്കുന്നു. ഇത് ഇല്ല. ചെയറ് ഇല്ല. ഇത് ഇല്ല. ബോക്സ് ഇല്ല. ലൈഫ് 25. ഇതിനകത്ത് ആരുമില്ല. എന്ത് ആരെങ്കിലും ബോക്സിനകത്തുണ്ടോ? ഒരുത്തം ബോക്സിൻ്റെ പടം ഇട്ടേ. എവിടെയൊക്കെ ഉണ്ടേ? അങ്ങനെ കാണുന്നുണ്ട്. ഇതിന്ന് നമ്മൾ കയറിയ റൂം. ഇവിടെ എന്തേലും ഇത് ഇല്ല. അയ്യോ, നമ്മുടെ ലൈഫ് 15. ഇനി നമുക്ക് 2 വട്ടം കൂടെ വെടിവെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ എവിടെ എന്തേലും നമ്മൾ ആലോചിച്ച് വേണം അടിക്കാൻ. ആലോചിച്ചടി. എന്തെങ്കിലും കാണുന്നുണ്ടോ ഇവിടെ? ഇനി ഒരെണ്ണം കൂടെ അടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവിടെ എന്നെയോ നമ്മൾ ജയിച്ചേ. ചാടിക്കൊണ്ടിരുന്നു നമ്മൾ ഈ മെഷീൻ. എനിക്ക് ഈ മെഷീനൊന്നും ആവണ്ട. ഇവിടെ തന്നെ ജ്യൂസ് ആവാം നമുക്ക്. ഈ മെഷീനൊക്കെ കൊണ്ടുവിടാൻ ഭയങ്കര പാടാം. തുടങ്ങി അവർക്കുള്ള ടൈം. എന്നാൽ നമുക്ക് ഈ ടേബിളൊക്കെ അറിയിക്കാം. ഇങ്ങനെ ഈ സൗണ്ട് ഉണ്ടാക്കുന്ന സംഭവം ഇല്ലായിരുന്നു നമ്മൾ ജയിച്ചതിന്. ഈ സൗണ്ട് ഉണ്ടാക്കുന്ന സംഭവം എല്ലാത്തിനും കാണും. നമുക്ക് ആരെ ആനിമലാക്കാനും പറ്റത്തില്ല. അതിനുള്ള സംഭവം നമ്മുടെ കയ്യിലില്ല. അയ്യോ, വെടിവെച്ചാൽ പോയി. അയ്യോ, വെടിവെച്ച് ഈ പൊട്ടൻ എന്നെ വെടിവെക്കാതെ പോയി. സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പെട്ടെന്നായി. എന്തെങ്കിലും അത് കാണല്ലേ? സൗണ്ട് ഉണ്ടാകുന്നത് കണ്ട് എന്നെ ക്യാച്ച് ചെയ്ത് അവർ ബോംബിട്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ചത്ത്. റീസ്പോൺ ചെയ്തിട്ട് നമ്മൾ റീസ്പോൺ ചെയ്ത്. എന്തുവാ കുപ്പിയാ? വെടിവെക്കല്ലേ? എന്നെ വെടിവെച്ചാല ഭയം വെറുക്കണം. ഇപ്പം നമുക്കിവിടെ നിൽക്കാം. എനിക്ക് ആ പെട്ടിക്കൂട്ടത്തിലെ ബോക്സ് ആവണം.
അതിനാ പോകുന്നത്. അതിന് കാണാൻ കോടാം, ഒളിച്ചോടാം. ഇപ്പൊ നമ്മുടെ ഇല്ല സൗണ്ട് വരും, അതുകൊണ്ട് നമ്മൾ വെളിയിലിറങ്ങുന്ന പന്തിയല്ല. നമുക്കിറങ്ങാം. ഇതിലുണ്ടോ? അവിടെ എങ്ങാണ്ടായിട്ടാ ബോക്സ് ഉള്ള റൂം. അവിടെ ഉണ്ടോ? കണ്ട് പിടിച്ച് ഞാൻ വെട്ടിച്ചോടുക. 70 ഹാർട്ട് നമ്മൾ അവരെ ആനിമലാക്കി. നമ്മൾ ആനിമലാക്കാനുള്ള സാധനം എടുത്തു. അത് ചെയറാവാന്ന് വെച്ചത്. അപ്പോഴേക്കും ഇത് വന്നു സംഭവം. നമുക്ക് 10 ലൈഫ് ഒരു വെടിയും കൂടെ കൊണ്ട ചത്ത് റീസ്പോൺ ചെയ്യാം. അയ്യേ വാഷ് ബേസിനോ നമ്മൾ പിടിച്ച്. ഇനി വാഷ് ബേസിനൊന്ന് വെളിയിലോട്ട് പോവാം. അയ്യോ ഞാൻ തിരിഞ്ഞു പോയി. വെളിയിലോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. ഞാൻ തിരിയുന്നില്ല. ഇതിനെങ്ങനെ തിരിച്ചെടുക്കുന്നത് വെക്കും. ഈ വാഷ് ബേസിൻ എല്ലാവർക്കും എനിക്ക് ഇറങ്ങാനും പറ്റുന്നില്ല. അയ്യോ വെളിയിലിറങ്ങാനും പറ്റുന്നില്ല. പിന്നെ ഒരു ആനിമൽസ് ഒക്കെ ഒന്നും വെളിയിലിറങ്ങി നോടാ. നമുക്ക് എന്തെങ്കിലും മാറാൻ പറ്റും. എന്നെ പിടിച്ച് അവര് ജയിച്ച്. നമുക്കിങ്ങനെ ആൾക്കാരെ മാറ്റാൻ പറ്റും. കണ്ട ആരെ ഇതൊക്കെ ചെയ്യുക നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ ആൾക്കാരെ മാറ്റി കളിക്കുക. ഇയാളെന്തൊക്കെ ചെയ്യും? ഈ പ്രോക്സ് ആണോ ചേച്ചി? അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. പിന്നെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.